ഓരോ ദിവസവും ഉച്ചയ്ക്ക് ചോറിന് എന്താണ് കറി ഉണ്ടാക്കുക എന്നുള്ളത് വല്ലാത്തൊരു കൺഫ്യൂഷൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2 പഴം കണ്ണിൽ പെട്ടത്. അത് അത്യാവശ്യം നന്നായി പഴുത്തുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു അതുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നേന്ത്രപ്പഴം കാളനും പച്ചടിയൊക്കെ നമ്മൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ പുളിശ്ശേരി ഗ്രേവി ഇത്തിരി ലൂസായിരിക്കുന്നു മാത്രം. പക്ഷേ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത്തിരി പഴുത്ത പഴം തന്നെ എടുക്കുക. ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്. അത് ചതുര കഷ്ണങ്ങളായി മുറിച്ച് കറി വെക്കുന്ന ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് മുളക് പൊടിയും വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 2-3 കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ച് പഴം ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും കുറച്ച് പച്ചമുളകും കുറച്ച് ജീരകവും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പഴം ഇവിടെ നന്നായി വെന്ത് കിടന്നിട്ടുണ്ട്. അപ്പോൾ പഴത്തിൽ കുറച്ച് ഞാൻ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കാം, പക്ഷേ പഞ്ചസാര ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് നല്ലൊരു തള വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കാം. തേങ്ങയൊക്കെ ഒഴിച്ച് നല്ല തള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം തിളയ്ക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയാണല്ലോ, അതിൻ്റെ ഒരു ചൂടുണ്ടാവുമല്ലോ. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് പുളിയുള്ള മോര് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒഴിച്ച് കൊടുക്കാം. അവസാനം വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ്.